നിങ്ങൾ കേൾക്കുന്നില്ലേ ആ മേളം? ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് എവിടാന്നറിയാമോ? ഒറ്റയാൻ എന്നറിയപ്പെടുന്ന പള്ളിപ്പുറം വൈശാഖിന്റെ നാദവിസ്ഫോടനമാണ് ഈ കാണുന്നത്. പൊലിപ്പ് കൂട്ടാൻ മാരായമംഗലം രാജീവ്. നമ്മുടെ നാട്ടിൽ ഇവര് വന്നിട്ടൊന്ന് കാണാൻ പോയില്ലെങ്കിൽ എങ്ങനെയാ? ഭയങ്കര ആൾക്കൂട്ടായിരുന്നു, അതുപോലെ തകർത്തിട്ടുണ്ട്. മാന്നാർ കുരട്ടിക്കാട് പാട്ടമ്പലത്തിലാണ് കേട്ടോ നടന്നത്. ഈ അമ്പലവും ഞാനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഇതിന് തൊട്ടടുത്തുള്ള സ്കൂളിലായിരുന്നു ഞാൻ കുഞ്ഞിലെ പഠിച്ചത്. അതായത് ഒരു 3ാം ക്ലാസ്സിൽ ഞാനും എന്റെ കൂട്ടുകാരും കൂടി ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ചാടി ഇവിടെ സദ്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സദ്യ കഴിക്കാം. അത് ജാൻസി എന്ന് പറയുന്ന ഒരു ടീച്ചർ കണ്ടിട്ട് പ്രിൻസിപ്പളിന്റെ അടുത്ത് പറഞ്ഞു. പ്രിൻസിപ്പൾ അമ്മയെ വിളിച്ചു. ഞാനും അമ്മയും കൂടെ ആ കഥയൊക്കെ പറയുമായിരുന്നു. അന്നേ ഒരു ഗുരുത്തം കേട്ടോളാം. അനിയന്മാരും ദേ ഈ ചേട്ടന്മാരുടെ എന്നതാ ഒറ്റയാൻ മേളപ്രമാണിയെ പരിചയപ്പെടുത്താൻ കൊണ്ടു. ചേട്ടനെ നേരത്തെ അറിയാട്ടോ, അതാണ് മാരായമംഗലം രാജ. ഉത്സവപ്പറമ്പിൽ പോയി ഇത് കഴിച്ചില്ല എനിക്ക് ഒരു സമാധാനം. ആ ഗ്രൗണ്ടിലേക്കാളും ആളുണ്ട് തേണ്ടി ഇത് മേടിക്കാൻ. മാമന്മാർ പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അതുവരെ ഞങ്ങൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തു. മേടിക്കാനുള്ള ആൾക്കാർ കൂടിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് കഥ പറച്ചിലായി. ഒരു മൂലക്കോട്ട് മാറിയിരുന്നു അങ്ങോട്ട് തീറ്റ തുടങ്ങി. അപ്പുറത്തൊരു കൊച്ചിരുന്ന് അതിന്റെ അമ്മയോട് പറയുന്നതാണ് കേട്ടോ, എന്തുകൊണ്ട് മേടിച്ചു കൊടുക്കാൻ. അത് കേട്ടപ്പോ എന്റെ അമ്മ പണ്ട് എന്നോട് പറയുന്ന തോന്നി. ഒരു കഷ്ടവും ഇല്ല, ഒന്നും പ്രത്യേകിച്ച് മേടിക്കാനും ചിന്തിക്കടെ പോയി ഇതേപോലെ തരുന്നൊരു പ്രത്യേക സന്തോഷം. കഴിഞ്ഞൊരു ഐസ്ക്രീം കൂടെ അങ്ങ് കഴിച്ചു ഞങ്ങള്. ഉത്സവപ്പറമ്പ് വന്ന ശരിക്കും ഇതൊക്കെയാണ് ഒരു സന്തോഷം അല്ലേ? അപ്പൊ മൊത്തം തീർന്നിരിക്കുകയാണ്. അപ്പൊ അവരോടും ബൈ പറഞ്ഞു. ഇന്നത്തെ മേളപ്രമാണിമാരെ കണ്ടതിന് സന്തോഷമാണ് കേട്ടോ എനിക്ക്. അപ്പൊ അത്രയുള്ള വിശേഷം. ബൈ.